ഇന്ന് ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയ ദിവസമാണ്. മഴ കിട്ടി കഴിഞ്ഞ് മഴ വേഗം വന്ന കാരണം കേട്ടോ. മഴ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഇതിൻ്റെ കടക്കിലൊന്നും അധികം വെള്ളം നിൽക്കുന്നത് ആ ഫ്രൂട്ട്സ് മരങ്ങൾക്ക് അത്ര നല്ലതല്ല. അത് നമ്മൾ മഴ വന്നതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡ് സോയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മൂടാറാണ് പതിവ്. റെഡ് സോയിലും മാന്യൂറും ചാണകവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തടം ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കില്ല, വേഗം വെള്ളം വാർന്നു പോകും. അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ കുറച്ച് ചില സോഫ്റ്റ് മരങ്ങൾക്കൊക്കെ വേരൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ കടക്കിൽ വെച്ച ഈ കുക്കുംബറും ആഷ് ക്വാഡും പംകിനും അതിൻ്റെയൊക്കെയും കുറേ തണ്ടോളൊക്കെയും കുറച്ച് ചീഞ്ഞു. 2-3 ദിവസം അടുപ്പിച്ചായിരുന്നു ഇവിടെ മഴ. അത് കാരണം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ബെർ ആപ്പിളാണ്. അത്യാവശ്യം വലിയ മരം 2-3 മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് അതെല്ലാം കളഞ്ഞിട്ട് ഒരേ ഒരു മരമാണ് വെച്ചിരുന്നത്. നല്ല വലിപ്പമുള്ള മരമാണ്. ഇലയമൊക്കെ ചെറുതായിട്ട് പുഴുക്കേട് എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഇലകളൊക്കെ ചെറിയ ചെറിയ ജീവികൾ വന്ന് തിന്നും. അതുകൊണ്ടൊന്നും ഈ മരത്തിന് ഒരു പ്രോബ്ലവും വരില്ല. പിന്നെ അതിന് മെയിനായിട്ട് ഒരു ഈ വാട്ടർ ഷൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വരും. ഒന്നിനും കൊള്ളാത്ത ഒരു കൊമ്പും ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വരും. നല്ല തടി പിടിച്ചിട്ട് വെള്ളം കുടിച്ച് നല്ല അതുമ്മ കായ ഉണ്ടാവില്ല. വാട്ടർ ഷൂട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വെട്ടിക്കളയണം. ഇത് കൊലയായിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാവുക. ഫ്രൂട്ട് ഇപ്പോഴത്തെ ഫ്രൂട്ടിങ്ങിൻ്റെ ടൈമാണ്. ഇതിന് ഹണീബി വരില്ലേ, ഈ ഇതിൻ്റെ പോളിനേഷന് ഹണീബി അല്ല മെയിനായിട്ട് വരിക. ഒരു വേട്ടാളം പോലത്തെ കുഞ്ഞൊരു ബ്ലൂയിഷ് കളറുള്ള ഒരു ഇൻസെക്ട്സാണ് വന്നിട്ട് ഇതിൻ്റെ പോളിനേഷൻ നടത്തുക. ഹണീബി ഇതിന് വരാറില്ല ഈ സാധനത്തിന്. ഇതിന് നമുക്കിപ്പോൾ കായ ഉണ്ടായി തുടങ്ങിയിട്ട് ഇതാണ് നല്ലൊരു കുഞ്ഞിതല്ല, ഒരു ഇത് നമ്മുടെ നല്ല വലിപ്പമുള്ളതാണ്. ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റും നല്ല വലിപ്പത്തിലും ഉണ്ടാവും ഇതിൻ്റെ കായ. നല്ല വളമിട്ട് കൊടുക്കുന്ന വലിയ മരമല്ലേ, ഒരു പേര് പറയും അതിന്. അങ്ങനത്തെ പ്രാണിയാണ് വരെ. മരുന്നൊന്നും അടിക്കാണ്ട് ഉണ്ടാവണ നല്ലൊരു ഫ്രൂട്ടാണ്. നമുക്ക് നല്ല ജ്യൂസിയും വെള്ളവും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ്. നമുക്കത് കഴിക്കുമ്പോൾ വെള്ളം ദാഹം മാറണ പോലെ തോന്നും. അത്രയും നന്നായിട്ടുണ്ടാവും. ചെറിയ കുരുവാണ് ഇതിനുള്ളത്. നല്ല മരമാണ്. ഇതിൻ്റെ ഇലയ്ക്കും കോഴികൾ കുറേ തിന്നും. കോഴികൾ ഇതിൻ്റെ മേലെ കയറി കുത്തിരിക്കും. ഞങ്ങളുടെ ഈ ഇലകളൊക്കെയും ഞങ്ങളുടെ കോഴികൾ തിന്നുള്ളതാണ്. കോഴികൾക്ക് ഇതിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ്. നാടിയിലത്തെ പുല്ലെല്ലാം തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ മേലെ കയറിയിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ നടത്തുക.